പ്രിയപ്പെട്ടവരെ, അഹങ്കാരി മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കും. അഹങ്കാരം രണ്ട് വ്യക്തികളെ നശിപ്പിക്കും ഒരേ സമയം. രണ്ട് വ്യക്തികളെ ഒരേ സമയം നശിപ്പിക്കും. അഹങ്കാരി നശിക്കും. അഹങ്കാരം പറയുന്നവരും അഹങ്കാരം പ്രവർത്തിക്കുന്നവരും നശിക്കും. ഇവന്റെ അഹങ്കാര നിമിത്തം മറ്റു വ്യക്തികളും നശിക്കും. മനസ്സിലായോ? പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 28-ാം വാക്യം അതിലിങ്ങനെ പറയുകയാണ്: അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല, എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ച് വളരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 11-ാം വാക്യം പറയുകയാണ്: തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇത് അഹങ്കാരിയോട് പറയുന്ന ഒരു വചനമാണ്. തൻ്റെ വാക്കുകളാൽ, തൻ്റെ പ്രവർത്തികളാൽ മറ്റുള്ളവരെ ഇടിച്ചു താത്തുകയും അവനവനെ സ്വയം ഉയർത്തുകയും ചെയ്യുന്നവനാണ് അഹങ്കാരി. ദൈവം അവനെ പാതാളത്തോളം താഴ്ത്തും. 9 വൃന്ദം മാലാഖമാരുടെ കഥ കേട്ടിട്ടില്ലേ? ദൈവത്തെ അംഗീകരിക്കാൻ മടി കാണിക്കുകയും ദൈവത്തോളം വലിയവരാണ് തങ്ങളെന്ന് അഹങ്കരിക്കുകയും ചെയ്ത ലൂസിഫറിനെയും ഒരു വൃന്ദം മാലാഖമാരെയാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കി നരകത്തിലേക്ക് തള്ളിവിട്ടത്. ആ സാത്താന്റെ കയ്യിലെ ഏറ്റവും വലിയ മാരകായുധമാണ് അഹങ്കാരം. മനസ്സിലായോ? ചില സർക്കാർ ഓഫീസുകളിലൊക്കെ ചിലപ്പം മേലുദ്യോഗസ്ഥ ചിലപ്പോൾ ഒരു സ്ത്രീ ആയിരിക്കാം, ചിലപ്പം മേലുദ്യോഗസ്ഥൻ ഒരു പുരുഷനായിരിക്കാം. ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരെക്കാളും പ്രായത്തിൽ മുതിർന്നവരാണെങ്കിൽ കീഴുദ്യോഗസ്ഥരെ അംഗീകരിക്കുക എന്ന് മാത്രമല്ല, എത്രത്തോളം വേദനിപ്പിക്കാവോ, എത്രത്തോളം ഇൻസൾട്ട് ചെയ്യാവോ, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എത്രത്തോളം പരിഹസിക്കാവോ, ഇതെല്ലാം ചെയ്യും. ഒടുങ്ങാത്ത പകയുടെ തീയ് അവന്റെ ഹൃദയത്തിൽ ഇവൻ ഊതി ഊതി ആളി കത്തിക്കും. അവസാനം ഇവന് തന്നെ നാശം അവൻ വരുത്തി വെക്കും.